ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും വീഡിയോൻ്റെ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ കൊടാക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓൺലൈൻ ചാനൽ വഴി പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിൽ നിന്നും അതുപോലെ തന്നെ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും കൊടാക് മഹീന്ദ്ര ബാങ്കിനെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിലക്ക് വരാൻ കാരണം എന്തെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 2022-23 കാലയളവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ഓഡിറ്റിംഗ് ആൻഡ് എക്സാമിനേഷൻ പോലെ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് കണ്ടെത്തിയ സുരക്ഷാ പിഴവുകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് തൃപ്തികരമായ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് RBI ഇത്തരമൊരു കടുത്ത നടപടി ബാങ്കിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ സംരക്ഷിക്കുന്നതിലും അതുപോലെ തന്നെ IT സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയും ന്യൂനതകളും ഉണ്ടെന്നാണ് RBI പറയുന്നത്. അപ്പോൾ അന്നത്തെ ഓഡിറ്റിങ്ങിൽ RBI കണ്ടെത്തിയ ന്യൂനതകളും പോരായ്മകളും പരിഹരിക്കുന്നതിന് RBI നിർദ്ദേശിച്ച പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് RBI ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അത് കംപ്ലീറ്റ് അല്ല, അതിൽ RBI സാറ്റിസ്ഫൈഡും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് RBI കടക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനവും ഡിജിറ്റൽ ബാങ്കിങ് ചാനലുകളും കഴിഞ്ഞ 2 വർഷത്തിനിടെ പലതവണ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും അവസാനമായിട്ട് 2024 ഏപ്രിൽ 15 ബാങ്കിൻ്റെ സേവനങ്ങൾ തടസ്സപ്പെട്ടതുമൂലം ഉപഭോക്താക്കൾക്ക് കനത്ത ബുദ്ധിമുട്ടുണ്ടായെന്നും RBI പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് RBI പുറത്തിറക്കിയൊരു പ്രസ് റിലീസ് റിപ്പോർട്ട് RBIൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് കൊടാക് മഹീന്ദ്ര ബാങ്കിനെതിരെ ഇത്തരമൊരു കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് RBI പറയുന്നുണ്ട്. അപ്പോൾ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ ചാനലിൽ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ടായ കൊടാക് 811 സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടു നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ ഈ കൊടാക് മഹീന്ദ്ര ബാങ്കിൽ 811 സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ അവർ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്ന്. എന്നാൽ പറയട്ടെ, നിലവിലുള്ള കസ്റ്റമേഴ്സിന്, അതായത് നിങ്ങൾ നിലവിൽ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും ഈ RBIയുടെ ഈ നടപടി ബാധിക്കുകയില്ല. നിങ്ങൾക്ക് അതായത് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒരു രീതിയിലും പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഓൺലൈൻ ചാനൽ വഴി ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനോ യാതൊരു റെസ്ട്രിക്ഷൻസും ബാങ്കിൻ്റെ സൈഡിൽ നിന്നില്ല. നിങ്ങൾ പണ്ട് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. എന്നാൽ പുതുതായിട്ട് കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ റെസ്ട്രിക്ഷൻസ് നീക്കാതെ ഇനി ഓൺലൈൻ ചാനൽ വഴി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിന് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ബാങ്കിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചറിൽ RBI കണ്ടെത്തിയ ന്യൂനതകളും പോരായ്മകളും പരിഹരിക്കാൻ അല്പം സമയം എന്തായാലും എടുക്കും. ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും സമയമെടുക്കും. അപ്പോൾ ആ കാലയളവിൽ നമുക്ക് ഓൺലൈൻ ചാനലിലൂടെ ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനോ സാധിക്കില്ല. നമുക്കറിയാം ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബാങ്കാണ് കൊടാക് മഹീന്ദ്ര ബാങ്ക്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ റിസോഴ്സസും അതുപോലെ മാൻ പവറും ഫണ്ടിങ്ങും ഉണ്ട്. അപ്പോൾ എത്രയും വേഗം ബാങ്കിന് ഈ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളും കരുതപ്പെടുന്നത്. നമുക്കറിയാം കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ അത്യാവശ്യം ക്ലിക്കായിട്ട് വരുന്നൊരു ടൈമായിരുന്നു. ഇപ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 സീറോ ബാലൻസ് അക്കൗണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഇന്നോയിൽ ക്രെഡിറ്റ് കാർഡ് ഫ്യൂൽ പർച്ചേസിന് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ റീസെൻ്റ്ലി മിന്ത്രയുമായിട്ട് ടൈപ്പിൽ വന്നിട്ട് കൊടാക് പുറത്തിറക്കിയ കൊടാക് മിന്ത്ര ക്രെഡിറ്റ് കാർഡും അത്യാവശ്യം കസ്റ്റമേഴ്സ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു നടപടി RBIയുടെ സൈഡിൽ നിന്ന് കൊടാക് ബാങ്കിനെതിരെ വന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നടപടി RBIയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഷെയർ പ്രൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ഓൺലൈൻ ചാനൽ വഴി 811 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലൊരു എറർ സ്ക്രീനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഒരു ബാങ്കിനെതിരെ RBI ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. 2020 സമയത്ത് HDFC ബാങ്കിനെതിരെ സമാന രീതിയിൽ RBI ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരുന്നു. 2021 ഓഗസ്റ്റോടുകൂടെ പാർഷ്യലായിട്ട് ആ ബാൻ RBI നീക്കുകയും 2022 മാർച്ചോടുകൂടെ RBI നിർദ്ദേശിച്ച എല്ലാ നിർദ്ദേശങ്ങളോടും ബാങ്ക് കംപ്ലയിൻസ് ആയപ്പോൾ 2022 മാർച്ചോടുകൂടെ പൂർണ്ണമായിട്ട് HDFC ബാങ്കിന് മേൽ ഏർപ്പെടുത്തിയ റെസ്ട്രിക്ഷൻസ് RBI പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൊടാക് മഹീന്ദ്ര ബാങ്ക് RBI പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിച്ച് അതിന് കംപ്ലയിൻസ് ആകുമ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്കിനെതിരെയും RBI ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ RBI പിൻവലിക്കും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബാങ്കാണ് കൊടാക് മഹീന്ദ്ര ബാങ്ക്. അപ്പോൾ ഈ തീരുമാനം അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ
ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ പോരായ്മകളും ഈ ന്യൂനതകളൊക്കെ പരിഹരിച്ച് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ലഭിക്കുമ്പോൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.